കൊല ചെയ്യപ്പെട്ട ആളുടെ വേണ്ടിയിട്ട് വക്കീൽ പ്രോസിക്യൂട്ടറാണ്, ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ. അപ്പൊ കള്ളമാണ്, പണം അമർത്തിയതാണ്. അത് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടും അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്ത് ഇപ്പോ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടും ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് പാർട്ടി അടിച്ചു മാറ്റിയതാണ്. മാത്രമല്ല അവരെ സങ്കടപ്പെടുത്തിയത്, എന്നിട്ടും അവർ പാർട്ടിയിൽ നിന്നു. പിന്നീട് പാർട്ടി നടപടിയെടുത്തു ഇവർ പരാതി കൊടുത്തപ്പോൾ, അല്ലേ? ആ നടപടി എടുക്കപ്പെട്ട ഒരാളെ ഇപ്പോ ഡബിൾ പ്രൊമോഷൻ അല്ല, ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് CITUവിന്റെ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കുക. അത് ആ കുടുംബത്തിന് ഒരുപാട് വേദനയും പ്രയാസവും സങ്കടവും ഉണ്ടാക്കി. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ നഗരത്തിൽ CPMന്റെ, DYFIയുടെ, SFIയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷ്ണുവിന്റെ ജ്യേഷ്ഠൻ വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. അവരെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും കോൺഗ്രസിൽ അവരിനി ഒരു കുടുംബാംഗമായിരിക്കും. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എന്റെ കൂടെ. DCC പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് KPCC പ്രസിഡന്റും പ്രത്യേകമായിട്ട് അത് സ്വാഗതം അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റും DCC പ്രസിഡന്റിനും വേണ്ടി കൂടി ഞാൻ സംസാരിക്കുന്നു. കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളുടെയും K മുരളീധരൻ ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളോടും പറഞ്ഞിട്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയാണ് മോദിനെയും സഹപ്രവർത്തകരെയും ആ പ്രസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നത്. ഞാൻ അവരെ സ്വാഗതം ചെയ്യും.